ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു എൻഗേജ്മെന്റ് ഉണ്ട് കേട്ടോ, അതിന് പോവാ. അപ്പൊ ഞാൻ ജസ്റ്റ് കാലത്ത് ഒരുങ്ങണ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അച്ഛൻ്റെ കൂടെ പോകണം കേട്ടോ. അപ്പൊ പോവാ, ഇറങ്ങാം. അങ്ങനെ കഴിഞ്ഞത് അവർ ദാമനെടുത്ത് സെറ്റ് ആവുന്നുള്ളൂ, പരിചയമായിട്ടില്ലേ അങ്ങനെ. ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചതേ. അപ്പോൾ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ വേറെ വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല, ഈ വ്ളോഗിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ സാരി കൊടുത്തു. ഇത് അമ്മയുടെ സാരിയാണ്, അഭിച്ചേട്ടൻ്റെ അമ്മയുടെ, രാഗിണി അമ്മയുടെ സാരിയാണ്. എനിക്ക് എന്തോ ഈ ബ്ലൗസ് എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ എനിക്ക് സാരി എടുത്ത് പോകണം എന്നൊരു തോന്നല്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് തലേദിവസം പോയിട്ട് സാരി സെർച്ച് ചെയ്തപ്പോൾ ഈ സാരിയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്, ഈ ബ്ലൗസിന് മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു, മോയ്സ്ചറൈസറും സൺസ്ക്രീനും എല്ലാം ഇട്ടു. ഫൗണ്ടേഷനൊന്നും ഇട്ടിട്ടുള്ള മേക്കപ്പ് എല്ലാം കേട്ടോ ചെയ്തേക്കുന്നത്. ഞാൻ ഫൗണ്ടേഷൻ ഇടുന്നുണ്ടെങ്കിൽ അത് വല്ല വെഡ്ഡിങ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇത് നോർമലി ഞാൻ ചെയ്യുന്ന സംഭവങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്ക് സാധനങ്ങൾ, ലിപ്സ്റ്റിക്കിൽ അതെന്താഘോഷം എന്ന് പറയുന്ന പോലെ ലിപ് ലൈനറൊക്കെ ഇട്ട്, ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ലിപ് ലൈനറൊക്കെ ഇട്ട് 2 ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. ഒരെണ്ണം ഇട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് തൃപ്തി വന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഇച്ചിരിയും കൂടി ഡാർക്ക് ഇട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഗോപി പൊട്ടാണ് കേട്ടോ തുടങ്ങി. ഇപ്പം എനിക്ക് ഗോപി പൊട്ടിനോട് ഭയങ്കര അഡിക്ഷൻ ഉണ്ട്. പിന്നെ ചന്ദ്രക്കല പോലെ വരുന്ന പൊട്ടുണ്ടല്ലോ, അതും ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ്. ഞാൻ അതുവരെയായിട്ട് മേടിച്ചിട്ടില്ല. അതിന് നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ലുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത് ട്രൈ ചെയ്യാം. പിന്നെ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് എൻ്റെ മുഖത്ത് തന്നെ ചെയ്യാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ മേക്കപ്പ് കോഴ്സ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ പല സമയങ്ങളിലും നമുക്ക് പോകേണ്ടി വരുന്നുള്ളത് കൊണ്ട് വീട്ടിൽ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഞാനതിന് വാശി പിടിച്ച് നിൽക്കാനും നിന്നില്ല. എനിക്കിതൊക്കെ എൻ്റെ മുഖത്ത് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആമീനൊക്കെ ഞാൻ ഒരുപാട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ അവൾ വലുതായപ്പോൾ അവൾ അവളുടേതായ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ ഐബ്രോ ഇതിലാണ് ഞാനായിട്ട് എനിക്ക് തോന്നാറുള്ളൂ. എൻ്റെ ഭയങ്കര തിന്നായിട്ടുള്ള ഐബ്രോ ആണ്. അപ്പം എനിക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഐബ്രോയിലാണ് കേട്ടോ. ഞാൻ ഐബ്രോ ഡാർക്ക് ബ്രൗൺ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഞാൻ നോർമൽ ഒരു പെൻസിലാണ് യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ കറൻ്റ് ഉള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ എൻ്റെ ഉള്ളത്. പക്ഷേ ഈ വീഡിയോ എടുക്കുമ്പോൾ അതൊരു കുഞ്ഞി പെൻസിലായിരുന്നു, മിസ് ക്ലെയറിൻ്റെ എന്തോ ആയിരുന്നു തോന്നുന്നു, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ പിന്നെ ഇന്നൊരു സാരി ലുക്ക് ആയതുകൊണ്ട് തന്നെ താഴെ കണ്ണെഴുതാന്ന് കരുതിയിട്ടോ. സാധാരണ ഞാൻ താഴെ കണ്ണെഴുതൽ കുറവാണ്, എഴുതാറൊക്കെ ഉണ്ട്, പക്ഷേ പൊതുവേ കുറവാണ് കേട്ടോ. ഞാൻ മുകളിൽ ജസ്റ്റ് എൻഡിൽ മാത്രമേ എഴുതി കൊടുക്കാറുള്ളൂ. എളുപ്പം അതല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് ഇരിക്കട്ടെ, കാരണം കുറച്ച് വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുത്തില്ലേ എങ്കിലും നമുക്ക് ഒരുങ്ങി നമ്മുടെ കണ്ണാട മുന്നിൽ കാണുമ്പോൾ മറ്റാരെക്കാളും നമ്മൾ ഒരുങ്ങിക്കാണാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ തന്നെയല്ലേ. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. മറ്റാരും ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് എനിക്ക് എന്നെ തന്നെ നന്നായി കാണുന്നതിൽ വളരെ തൃപ്തി കണ്ടെത്തുന്ന ആളാണ് കേട്ടോ ഞാനത് മനസ്സിലാക്കിയൊരു സമയം മുതൽ ഞാൻ നന്നായി ഒരുങ്ങി. ഞാൻ വേറെ ആരും പറയുന്നത് ശ്രദ്ധിക്കാറില്ല. എനിക്ക് നല്ലതാണെന്ന് തോന്നി ഞാൻ ആ കാര്യം ചെയ്യൂ കേട്ടോ. അതിപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ മാറ്റിയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് വളരെ സന്തോഷവും തരാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും അതൊന്നും ചെയ്ത് നോക്കുന്നില്ലെങ്കിൽ അതൊന്നും ട്രൈ ചെയ്ത് നോക്ക്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ചെയ്യാണ്ട് നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യുന്നതല്ലേ നല്ലത്. അങ്ങനെ ഞാൻ മുഖത്തെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്ലഷൊക്കെ ഇട്ടായിരുന്നേ, അതിൻ്റെ ഇടയിൽ ആമി വന്ന് എത്തിച്ച് നോക്കി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് കേട്ടോ. ഞാൻ അന്ന് തല വാഷ് ചെയ്ത ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ആകെ പതിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ അതുമ്പോൾ എന്തൊരു കൂടാരം പണിയാനാണ്. എനിക്ക് എൻ്റെ മുടിയിൽ ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഒന്നാമത് കേളി ഹെയർ ആണ്, പിന്നെ വളരെ തിന്നായിട്ടുള്ള ഒരു ഹെയർ ആണ് കേട്ടോ എൻ്റെ. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്ട്രെയിറ്റൻ ചെയ്ത് അല്ലെങ്കിൽ ക്രിംപ് ചെയ്തൊക്കെ ചെയ്യാനായിട്ട് അതിന് ഒരുപാട് സമയവും മെനക്കേടൊക്കെ വേണ്ടേ. അതുകൊണ്ട് ഞാൻ അതിന് നിൽക്കാറില്ല കേട്ടോ. ഇതെൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണെന്ന് തന്നെ പറയാം. മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ പിരിച്ച് കെട്ടാ. പിരിച്ചലിൽ പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ വരുത്താറുണ്ട്. അങ്ങനെ കെട്ടി. പക്ഷേ എനിക്ക് ആ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ ഫൗണ്ടേഷനുള്ള ലുക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ ഫോട്ടോസൊക്കെ കൊടുത്തു എന്തൊരു കുട്ടിയായിരുന്നേ എന്ന് തോന്നും കേട്ടോ. പക്ഷെ എനിക്ക് കറക്റ്റ് ചിലപ്പോൾ ഫൗണ്ടേഷൻ കറക്റ്റ് ആയിട്ടുള്ളതല്ല, അതുകൊണ്ടായിരിക്കാം മേ ബി. പക്ഷെ എനിക്ക് ഇങ്ങനെ കാണുന്നത് എൻ്റെ മുഖത്ത് കുറേ കറുത്ത പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല എന്നൊന്നല്ലേ, അത്യാവശ്യം പാടുകളൊക്കെ ഇപ്പം ഉണ്ട്. നമുക്ക് ഹോർമോൺ ചേഞ്ചസിന് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ വരാം. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത് എന്നതാണ്. അപ്പം എൻ്റെ നോർമൽ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലുപരി എൻ്റെ ഹെയറിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നേ.
അങ്ങനെ അതെ സാരി സെറ്റ് ചെയ്ത്. എനിക്ക് സാരി ഉടുക്കാൻ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വിമലയിലാണ് പഠിച്ചത്. വിമലയിൽ സാരി യൂണിഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സാരിക്കഥ കേട്ടാലോ. അപ്പോൾ എൻ്റെ അമ്മ സാരി ഉടുക്കാൻ വളരെ മടിയുള്ള ഒരാളാണ്. ഇങ്ങനെ വാരി പൊത്തി ഉടുക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ സാരിയുള്ള ദിവസം അമ്മ എനിക്ക് സാരി ഉടുത്തന്നു. അപ്പോൾ എനിക്ക് എന്നെ കണ്ണാടി നോക്കിയിട്ട് അങ്ങോട്ട് പിടിച്ചില്ല. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയും, ഇങ്ങനെയൊന്നല്ല അമ്മ അവിടുത്തെ ചേച്ചിമാരുടുത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സാരി മാറിയിട്ട് നോർമൽ ചുരിദാർ ഇട്ടിട്ട് പോയിട്ട്, അന്ന് കമ്പൽസറി അല്ലായിരുന്നു. പിന്നെ ഞാൻ വന്നൊരു വാശിക്കാണ് ഞാൻ വീഡിയോ നോക്കിയിട്ട് സാരി ഉടുക്കാൻ പഠിച്ചത് കേട്ടോ. വീഡിയോ നോക്കിയിട്ടല്ലെങ്കിൽ പോലും ഒരു ഐഡിയ കിട്ടിയാൽ മതി, നമുക്ക് അതിനെ ബെറ്റർ ആക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ സാരി കൊടുത്ത് സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പം മഴ ദിവസം തന്നെയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ മനസ്സിലാലോക്കിണ്ട് എല്ലാം പോയി, ഡാൻസ് എടുക്കലും കഴിഞ്ഞു, ഫോട്ടോസ് എടുക്കലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരിക്കാം. അപ്പോൾ അതേ കുഞ്ഞിപ്പെണ്ണുണ്ട്, കുഞ്ഞിപ്പെണ്ണും മിന്നൊക്കെ ഒരേപോലത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. അവർക്കും ഉണ്ട് ഡാൻസ് എടുക്കാനൊരു പ്ലാൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. ഞാനും ആമിയും ഞങ്ങളുടേതായ രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. എൻ്റെ കയ്യിൽ അതുപോലത്തെ പട്ടുപാടൊന്നുമില്ല, അല്ലെങ്കിൽ ഞാനത് ട്രൈ ചെയ്തേനെ. ആമീനെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കറക്റ്റ് മാച്ച് ആയിട്ടുള്ള ഡ്രസ്സ് ഞങ്ങൾക്ക് കുറവായിരിക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനേ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ അതേ ഞങ്ങൾ വെന്യൂവിൽ എത്തിയിട്ടോ. അപ്പോൾ ഇത് പുഴയുടെ സൈഡിലുള്ള ഒരു റിസോർട്ട് സെറ്റപ്പാണേ. അങ്ങനെ കുറേ റൂംസും കാര്യങ്ങളുള്ള ഇതൊന്നല്ല, ചെറിയൊരു സെറ്റപ്പ്. പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റാർട്ടേഴ്സ് അവിടെ ഉണ്ടായിരുന്നത്. നഗറ്റ്സ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ജ്യൂസ്. ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ്. എനിക്ക് മെയിൻ കോഴ്സിനേക്കാളും സ്റ്റാർട്ടേഴ്സാണ് കേട്ടോ വളരെ ഇഷ്ടം. ഞാനതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞാൻ നന്നായി കഴിച്ചായിരുന്നു. അങ്ങനെ പിള്ളേരും കഴിച്ചു. ഇതാണ് കേട്ടോ ചെക്കനും പെണ്ണും. ഞാൻ അവരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, എനിക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയില്ല. പിന്നെ നമ്മൾ ആ ഫംഗ്ഷൻ കണ്ടു, അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ അവിടെ എൻജോയ് ചെയ്യാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ കണ്ടോ നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ സാരിയുടെ കളറും എല്ലാ കോമ്പിനേഷനും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് അബ്ചേട്ടൻ്റെ ഷർട്ടും ഞങ്ങളിവിടെ ഒരു എക്സിബിഷനിൽ നിന്ന് മെറ്റീരിയൽ മേടിച്ചതാണ് കേട്ടോ. രാജസ്ഥാനീസിൻ്റെ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് നാളായിട്ട് അത് മേടിച്ചിട്ട് ഇപ്പോഴാണ് അത് അബ്ചേട്ടന് തയ്ക്കാൻ തോന്നിയത്. അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അച്ഛൻ്റെ കൂടെയുള്ള ലേറ്റസ്റ്റ് ഫോട്ടോ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ മാറി മാറി അച്ഛനൊരു സെലിബ്രേറ്റ് ചെയ്യിക്കുക, അച്ഛൻ്റെ ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കലാണ് കേട്ടോ. ഞങ്ങളെടുത്തു, അത് കഴിഞ്ഞ് പിള്ളേരെടുത്തു, ആമി ആദ്യം കൂടെ നിന്നു, മിന്നും കുഞ്ഞി നിന്നു. അങ്ങനെ പല സെക്ഷനായിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്തു. ആമി മഴയാണ് ഗൈസ്, മഴ. ഞങ്ങളൊരു റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. റീലെടുത്ത പകുതി പെട്ടെന്ന് ഒരു മഴ. അത് കാരണം ഞാൻ അന്നെടുത്ത റീലിൽ പകുതി മഴക്കാരും അത് കഴിഞ്ഞ് മാനം തെളിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. നല്ല മഴയായിരുന്നു. ഫുഡ് കഴിക്കണ സെക്ഷൻ്റെ അവിടേക്കൊക്കെ നന്നായി അപ്പോൾ ഞങ്ങൾ പറയാം ഫുഡ് കഴിക്കാൻ ഇരിക്കായിരുന്നു, സമയം വേസ്റ്റ് ആക്കണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് കുറച്ച് ഡാൻസ് പ്ലാനുകൾ ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ നല്ല സ്ഥലം കിട്ടുമ്പോഴല്ലേ നമുക്കൊരു വെറൈറ്റി ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ആമിയുടെ നാവുമോ പൊട്ടി, എന്തോ പല്ലിൻ്റെ ക്ലിപ്പ് എന്തോ കൊണ്ടിട്ടാണ് ആമിയുടെ നാവ് പൊട്ടി. അങ്ങനെ ആമിക്ക് പൊട്ട ദിവസമായിരുന്നു അന്ന് കേട്ടോ. കാരണം ഒന്നാമത് ആള് ചെറിയൊരു ജലദോഷക്കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ക്ഷീണത്തിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഇടയിൽ നാവും പൊട്ടി. പിന്നെ എന്ത് പറയാനാ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സ്റ്റീൽ പാലുണ്ട്, നിങ്ങൾ കുറേ വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് സ്റ്റീൽ പാലത്തിൻ്റെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു കേട്ടോ. കാരണം പോണ ദിവസം എക്സ്പ്ലോർ ചെയ്യുക, അല്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ പോകാനൊന്നും വഴിയില്ല. അപ്പോൾ പോണത് മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ വഴിയിലാണെങ്കിൽ നിറച്ച് പട്ടികളായിരുന്നു. അപ്പോൾ ചേട്ടൻ വടിയൊക്കെ കൈപിടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം അവിടെ എൻ്റെ ഒരു കസിനെ ഈ അടുത്ത് പട്ടി അവിടെ നിന്ന് കടിച്ചായിരുന്നു. അപ്പോൾ ആമി പറയുന്നുണ്ട്, അമ്മ അവിടുത്തെ പട്ടികളൊക്കെ ഭയങ്കര ഡേഞ്ചറാന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഈ വഴി കൂടെ വണ്ടികളും പാസ് ചെയ്യും, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി ശ്രദ്ധിച്ച് നടക്കണം. കാരണം എപ്പോഴും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് റീലെടുത്തു. അതാണ് ഞങ്ങൾ 2 റീൽ അവിടെ നിന്ന് സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ നമുക്ക് മുഴുവനായിട്ട് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ തന്നെ വണ്ടികളും വരും. അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് റീലൊക്കെ മൊബൈൽ കിട്ടിയപ്പോൾ ആദ്യം ആ സ്റ്റാൻഡ് വെച്ചിട്ട്
വെച്ചിട്ട് മാക്സിമം ചെയ്യാവുന്ന പല ആംഗിളിൽ നിന്നും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് കുഞ്ഞിയുടെ കയ്യിലും ഫോൺ കിട്ടുന്നുണ്ട്. കുഞ്ഞിയുടെയും പല തരത്തിലുള്ള ആംഗിൾസ് നിങ്ങൾക്ക് ഈ വീഡിയോസിൽ കാണാം. കണ്ടോ, ആദ്യം പല വെറൈറ്റീസും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കിൽ കൂടെ ഒരു പാട്ട് കേൾക്കുന്നില്ലേ, ഇത് ആദ്യകൂട്ടൻ്റെ പാട്ട് തന്നെയാണ് കേട്ടോ. അവൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ അവൻ പാടില്ല, നന്നായി പാട്ട് പാടും, പക്ഷെ നല്ല മടിയനാ. എന്താ ചെയ്യുക, അവൻ്റെ കഴിവിനെ അവൻ അവിടെ പിടിച്ചിരിക്കട്ടെ, നമുക്ക് നിർബന്ധിക്കാനല്ലേ പറ്റുള്ളൂ. അവൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പാടട്ടെ എന്ന് കരുതിട്ടോ. ഇതാണ് ഇത് സ്റ്റീൽ പാലം, സ്റ്റീൽ പാലാണ് അത്. ഇത് പാലാഴിയ. അമ്മയുടെ നാട് ഇവിടെയാണ് കേട്ടോ. അമ്മയുടെ വീട് ഇവിടെ അടുത്താ. പിന്നെ ഞങ്ങളുടെ മാമന്റെ വീട് ഇവിടെ അടുത്തുണ്ട്. ഒക്കെ ഇവിടെയാ. അച്ഛന്റെ ബന്ധുക്കളൊക്കെ ഇവിടെയാ. ഗ്രാമഭംഗിയുള്ള സ്ഥലം. ശരിക്കും ഇത് ഗ്രാമീണല്ലേ? ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഈ ഭാഗത്തേക്ക് കടന്ന മെയിൻ എന്താണെന്നറിയോ, ഇവിടെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ കുറേ സൈക്കിളിലുള്ള ആൾക്കാരെ കാണും. നമ്മുടെ അവിടെയൊക്കെ സൈക്കിളിൽ പോകുന്നൊരു കുറവല്ലേ, ഇവിടെ കുറേ സൈക്കിളിൽ അച്ചച്ചന്മാരും ഒക്കെ സൈക്കിളുമ്മല യാത്ര. ചേട്ടല്ലേ ആമിക്ക് വയ്യ എന്നല്ല വീലെടുത്തു. വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ വരുള്ളൂ. ചെറിയ വയ്യായി അവൾക്ക് ചെറിയ ജലദോഷത്തിന്റെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നാളെ എക്സാം. വെള്ളം സമ്മർ ബൈ ഗൈസ്, ഇതാണ് എൻ്റെ കോട്ട്. ഇത് രാവിലെ അമ്മയുടെ സാരിയാണ് കേട്ടോ. അമ്മയുടെ സാരി എൻ്റെ ബ്ലൗസ് ഇങ്ങനെയും രസമില്ലാണ്. മൂട് ബാക്കി കളിക്കുന്നു. കുഞ്ഞുമണി അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അച്ചാച്ചനെ കാണാൻ മാമൻ്റെ അവിടേക്ക് പോകുന്നു കേട്ടോ. ആ വഴിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ചാച്ചനെ കാണാണ്ട് പോകാറില്ലേ. അപ്പോൾ അച്ചാച്ചന് കഴിക്കാൻ പറ്റണ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ആൻറ്റി ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡല്ലേ കഴിച്ചോളൂ. അപ്പോൾ പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവിടെ ദിബിനും ഉണ്ടായിരുന്നു കേട്ടോ. പാറു ഉണ്ടായിരുന്നില്ല അന്ന്. പാറു രാഹുലിൻ്റെ വീട്ടിലായിരുന്നു, അവളുടെ ഹസ്ബൻഡ് വീട്ടിലായിരുന്നു. ഞങ്ങൾ തുടക്കം വ്ളോഗിൽ ഒരു കല്യാണത്തിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ലേ, അതിലൊക്കെ ഉള്ളതാണ്. ആ കപ്പിൾസിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. മുന്നത്തെ വീഡിയോസ് പോയി നോക്കിയാൽ കാണാൻ പറ്റേ. അവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാവ് ഉണ്ടായിരുന്നു, പ്രാവിനെയൊക്കെ കണ്ട് കുഞ്ഞിക്ക് പ്രാവിനെയൊക്കെ കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ മഴ ചാറലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം നമുക്കത് എടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുമെന്ന് പറയില്ലേ, അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ പോന്നു കേട്ടോ. ഒരു സന്ധ്യ ആവുന്നതിന് മുന്നേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വിളക്കൊക്കെ വെച്ച് എല്ലാവരും മേലൊക്കെ കഴുകി ഡിന്നർ കഴിക്കണമല്ലോ. അപ്പം എൻ്റെ കയ്യിൽ പരിപ്പ് കറി ഇരിക്കുന്നുണ്ടായിരുന്നു തലേ ദിവസത്തെ. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കാൻ മെനക്കെടണ്ടെന്ന് കരുതി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. ഇവിടെ അടുത്ത് പുളിപ്പറമ്പിൽ നിന്ന് ചപ്പാത്തി മേടിക്കാണ് ചെയ്യാറ് കുറച്ച് ദിവസമായിട്ട്. എനിക്ക് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോകുന്ന ദിവസം ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കണ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ പുറത്തുനിന്ന് മേടിക്കുന്ന ചപ്പാത്തി നമുക്ക് പിടിക്കില്ല എന്ന് ഞാൻ നെയ്യൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറ്. പക്ഷെ ഇപ്പം അബ്ചേട്ടൻ പറ്റാത്തതുകൊണ്ട് നെയ്യിടലൊക്കെ നിർത്തിയിട്ടോ. അന്നത്തെ ദിവസം എനിക്ക് അബ്ചേട്ടൻ ചുട്ട് തന്നായിരുന്നു ചപ്പാത്തി. ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം ഈ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. അബ്ചേട്ടൻ ICUലും. ഒന്നും പറയണ്ട, നമുക്ക് സന്തോഷത്തിന് ഈ ദിവസം നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നൊക്കെ. ഇന്നത്തെ ഒരു ഹെക്റ്റിക് ഡേ കഴിഞ്ഞു കേട്ടോ. കാലത്ത് തൊട്ടിട്ടുള്ള അലച്ചില്ല അല്ലേ, ശരിക്കും പറഞ്ഞാൽ വയ്യാണ്ടായില്ലേ. ആമിക്കൊക്കെ ഓൾറെഡി വയ്യായിരുന്നു. ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് അവൾക്ക് ചെറിയൊരു
ജലദോഷം, നമുക്ക് നല്ല ജലദോഷം വരുമ്പോൾ ഫീൽ ഈ ചൂടൊക്കെ വരുന്ന പോലെ അങ്ങനെയായിരുന്നു. പിന്നെ വരണ്ടെന്നൊക്കെ പറഞ്ഞ ചേട്ടൻ, പക്ഷെ അവർക്ക് വരണം എന്ന് പറഞ്ഞിട്ട് വന്ന എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ ഇവരെ മാത്രം അവിടെ വീട്ടിലാക്കി പോയാൽ അത് ഇനി വിഷമാവില്ലെന്ന് വെച്ചിട്ടാ. ശരിക്കും പറഞ്ഞാൽ ആദ്യനാക്കി പോകണമെങ്കിൽ ആദ്യം കുറച്ചേരൊക്കെ ഇരുന്ന് പഠിക്കായിരുന്നു. പക്ഷെ മാക്സിമം യൂസ് ചെയ്ത് പോയത് എനിക്ക് 1-2 റീലൊക്കെ കിട്ടി. അല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കത് ആവശ്യമാണ്. നമ്മളെല്ലാ കാര്യത്തിനും മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ സാധാരണ ഞാൻ എല്ലാ കാര്യത്തിനും സാരില്ല അങ്ങനെ ഒരു മട്ടിലിരിക്കുന്ന ആളാ. പക്ഷെ യൂട്യൂബ് ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ. കറന്റ്ലി ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം എനിക്കിഷ്ടമുള്ളൊരു ഇതാണ്. എനിക്ക് ആദ്യം തന്നെ പെർമിഷൻ കിട്ടാണ്ടിരുന്ന ഒരു കാര്യമാണ്. എനിക്കിപ്പോൾ അതിന് സപ്പോർട്ട് പല സൈഡിൽ നിന്ന് ചെറിയ ചെറിയ രീതിയിൽ കിട്ടുമ്പോൾ ഞാനത് മടി പിടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവും. അപ്പം എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലോങ് വീഡിയോസ് എടുക്കുന്നതും എല്ലാം. ശരിക്കും പറഞ്ഞാൽ ഈ എഡിറ്റ് ചെയ്തിടാനൊക്കെ ഇച്ചിരി ഒരു ഞാൻ കടയിലേക്കും കൂടെ ഉച്ചവരെ പോകുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ചില ദിവസങ്ങളിൽ. പക്ഷെ എങ്കിലും ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ആമിക്കൊക്കെ നാളെ പരീക്ഷ എക്സാം നടന്നുകൊണ്ടിരിക്കുക. ആമിക്ക് കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തു, ആദിക്ക് നാളെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞ് ഞങ്ങൾ ചപ്പാത്തി ചുട്ടു, ചപ്പാത്തി കഴിച്ചു, അതിനെ കുറച്ചേരത്തി പഠിപ്പിച്ചു. പിന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്തു. ഒന്ന് കാലുവേദനയൊക്കെ എടുത്തിട്ട് കുറെ നടന്നു, അതുകൊണ്ടൊക്കെ അങ്ങനെ. പിന്നെ ഇന്നത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം എന്താണ് ഇന്നത്തെ ദിവസത്തെ കണ്ടന്റുകൾ കിട്ടിയിരിക്കുന്നതെന്ന്. കാരണം കുഞ്ഞിയാണ് കുറെ ഫോണൊക്കെ എടുത്ത് കൊണ്ടുപോയി എടുത്തേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. Ta-da.